പ്രൈസ് ദ ലോർഡ് ഫ്രണ്ട്സ്. ഈ പഴയ 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 പാട്ടുകൾ നമുക്ക് എന്തോ ഒരു നൊസ്റ്റാൽജിയ കൊണ്ടുവരും. നമ്മളുടെ മനസ്സിൽ ആ പണ്ടത്തെ നമ്മളുടെ കുഞ്ഞുനാളിലെ ആ കാലങ്ങൾ വീണ്ടും ഓർമ്മ വരും. നമ്മളുടെ അമ്മച്ചി അപ്പച്ചന്മാരുടെ കൂടെ ഇരുന്ന് പാടുന്ന പ്രാർത്ഥിക്കുന്ന ആ പാട്ടുകൾ എന്ത് നമ്മളുടെ ഹൃദയസ്പർശിയായ നമ്മളുടെ പാട്ടുകളാണ്. ഒരിക്കലും മറക്കാൻ സാധ്യമല്ലാത്തതും നമ്മൾക്ക് ഈ അങ്ങനത്തെ ആ ആ ടച്ച് ആ ഫീലിംഗ് നമുക്ക് ഈ പുതിയ പാട്ടുകളിൽ കിട്ടാൻ വളരെ ചില പാട്ടുകളേ ഉള്ളൂ. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ പാട്ടുകൾ ഓർക്കുവാണെങ്കിൽ ഉണർവീൻ വരം ലഭിപ്പാൻ മാരാമൺ കൺവെൻഷൻ കൈകൊട്ടി പാടുന്ന ആ പാട്ടുകൾ എന്തോ ഒരു ഉണർവ്, എന്തോ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, എന്തോ ഒരു ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവിപ്പാൻ സാധ്യമാണ്. എന്തോ ഇന്നും നമ്മൾ ആ പാട്ടുകൾ നമ്മൾ പാടുമ്പോഴും അത് നമ്മൾ ധ്യാനിക്കുമ്പോഴും അത് നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകുന്ന ഒരു ഒരു അനുഭവമാണ് നമ്മൾക്ക് തരുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് ദുഃഖവേളകൾ നമ്മൾ പറയുമ്പോൾ, അത് നമ്മൾ പാടുമ്പോൾ നമുക്ക് നല്ല ധൈര്യം പകരുകയും നമ്മൾ ഏത് പ്രതിസന്ധികളെയും നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് തരുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ആ പാട്ടുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. എൻ്റെ അപ്പച്ചന് ഇഷ്ടമുള്ള പാട്ടായിരുന്നു എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഞാൻ ഓർത്ത കാലം എപ്പോഴും അപ്പച്ചൻ പാടുന്ന ചാരുകസേരയിൽ ഇരുന്ന് പാടുന്ന ആ പാട്ട് ഇന്നും എൻ്റെ കാതുകളിൽ എനിക്ക് സ്പർശമായി അത് കേൾക്കാൻ സാധ്യമുണ്ട്. അങ്ങനെ നമ്മളുടെ പണ്ട് ഓരോ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി അപ്പച്ചന്മാരും എല്ലാം മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും പാട്ടുപാടി ബൈബിൾ ധ്യാനിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് ഒരു സമയം കണ്ടെത്തുന്ന ഒരു അനുഭവമായിരുന്നു നമ്മളുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഓർക്കുന്ന ഒരു അനുഭവം. ഇന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് നമ്മൾ ഓർത്തു പോകും. നമ്മളുടെ ആ അമ്മച്ചി അപ്പച്ചന്മാർ എത്രയോ പേര് നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയി. അവർക്ക് വേണ്ടി അവർക്ക് ദൈവമേ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ നയിച്ച് അവർ പ്രാർത്ഥന ജീവിതം നമ്മൾക്ക് പഠിപ്പിച്ച് തന്ന് അവരുടെ ഒരു മാതൃക നമ്മൾക്ക് എത്രയോ എത്രയോ വിലയേറിയതാകുന്നു. അത് സ്വർണത്തിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും നമ്മൾക്ക് ഏത് കാര്യങ്ങളെക്കാട്ടിലും എത്രയോ വിലയേറിയതാണ്. അവരുടെയൊക്കെ അവർക്ക് നമ്മളെ വഴി നടത്തിയതും അവർ ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് നമ്മളെ പറഞ്ഞു തന്നതും നമ്മളുടെ ജീവിതത്തിൽ ഇന്നും എന്തോ ഒരു അനുഗ്രഹം അത്ഭുതം